ഇപ്പോഴത്തെ കാലഘട്ടം കലിയുഗമാണ്. എനിക്ക് കലിയുഗത്തിനെ പറ്റി ഫർദർ എക്സ്പ്ലനേഷൻ പറയാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇത് കലിയുഗത്തിലാണ് നമ്മളൊക്കെ കലിയുഗത്തിലാണ്. അപ്പൊ അതിനൊക്കെ ഒരു അവസാനം ഉണ്ട്. മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്കിപ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹോജോ ബോർഡ് വെച്ച് ചെയ്യുന്നവരുണ്ട്. ചെയ്യരുത്. ഹോജോ ബോർഡിനെ പറ്റി വൺസ് അഗെയിൻ ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. ഹോജോ ബോർഡിൽ നമ്മൾ ആത്മാക്കളെ വിളിച്ചു വരുത്താൻ നമുക്ക് എളുപ്പമാണെന്നും പക്ഷെ പിന്നീട് അവർ തിരിച്ചു പോവാം. അതാണ് ഞാൻ പറഞ്ഞത്. ഗ്രൗണ്ടഡ് ആണല്ലോ ഓൾറെഡി. നിങ്ങളുടെ ഒന്ന് വീക്ക് ആയിരിക്കാം, നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൂടാതെ ഇവർക്ക് നിങ്ങളെ വിട്ട് പോകാനും സാധ്യമല്ല. അവർക്കും അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ, അത് അവർ നിങ്ങളെ വെച്ചിട്ട് പൂർത്തീകരിക്കാനായിട്ട് നിങ്ങളെ ഉപയോഗിക്കുക. എന്താണ് ബാധ? അതാണ് എന്റെ അടുത്ത ചോദ്യമാണത്, എന്താണ് ബാധ? നമ്മൾ എങ്ങനെയാണ് ഒരു പൊസസ്ഡ് ആയ ഒരാളെ തിരിച്ചറിയുന്നത്? സാധാരണഗതിയിലെ പൊസസ്ഡ് ആയിട്ടുള്ള ഒരാൾ ആബ്സെന്റ് മൈൻഡഡ് ആയിരിക്കും. നിങ്ങളൊന്ന് പറയുന്നു, അവരങ്ങോട്ട് നോക്കിയിരിക്കും, ഇങ്ങോട്ട് നോക്കിയിരിക്കും, ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും, ഭയങ്കര അഗ്രഷൻ ആയിരിക്കാം. അതർവൈസ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രേയേഴ്സും മെഡിറ്റേഷനും ഒക്കെ ഉള്ള ഒരാളുടെ അടുത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും ആ മുന്നിലിരിക്കുന്ന ആളെ ആക്രമിക്കാനുള്ളൊരു വാസന അവർക്ക് നാച്ചുറലി തോന്നും. അപ്പോൾ സ്റ്റക്കായിട്ട് കിടക്കുന്ന സോൾസിനെയാണ് നമ്മൾ ഗ്രൗണ്ടഡ് സോൾസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഹിപ്നോട്ടിസ്റ്റുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഓഫീസിൽ ഒരാൾക്കും ഹിപ്നോട്ടൈസ് ആയിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ മുറിക്കാത്തത് പോസിബിൾ ആയിട്ടില്ല. ഓരോ ചിത്രങ്ങൾ വരച്ചതിന് ശേഷവും അത്രയും എനർജി പോകുന്ന ഒരു പ്രോസസ്സാണ്. അതിനുശേഷം വളരെ ടയേർഡായി കട്ടിലിൽ ഇങ്ങനെ ഇരിക്കും. ഇതെന്താ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി ക്യാപ്ചർ ചെയ്തെടുക്കും. അപ്പോൾ ഈ 7 സ്റ്റെപ്സ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിയോഗം ചെയ്തതിന് ശേഷം കർമ്മങ്ങൾ ഈ ജന്മത്തിലെയും മുൻ ജന്മത്തിലെയും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കഴിഞ്ഞ കടങ്ങളൊക്കെ പുറത്തു തരണേ ഈശ്വര എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുള്ളത്. അപ്പോൾ ഈ ജന്മത്തിലെ കർമ്മങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഈ 1, 2, 3, 4, 5, 6, 7 തലങ്ങൾ പ്രധാനമായിട്ടും സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ വളരെ കോംപ്ലക്സ് ടേംസിൽ പറയുവാനായിട്ട് ഉള്ള ആളുകൾ മാന്ത്രിക ഇതും ഉള്ളതും മനസ്സിലായില്ല. അങ്ങനെയുള്ള ആളുകളുടെ വേർഡ് ടേംസ് ഒക്കെ വ്യത്യാസമാണ്. വളരെ ഏതൊരു മനുഷ്യനെ മനസ്സിലാകാൻ പറ്റും. ഇപ്പൊ ശില്പയ്ക്ക് ഇത് കോംപ്ലക്സ് ആയിട്ട് തോന്നിയോ വായിച്ചപ്പോ? ഇല്ല, അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. പടങ്ങളുണ്ട്. അതെ. അപ്പൊ അതില് ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്നത് നരകം അല്ലെങ്കിൽ ഹെൽ അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സോൾസ് പോകുന്ന സ്പേസ് ആണ്. ഓക്കെ. ഫോർത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നു, പ്രാർത്ഥനകൾ ചെയ്യുന്നു. അപ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സിൻ്റെ പ്രയേഴ്സും കാര്യങ്ങളും ഒക്കെ ലഭിച്ച് അവിടെ സ്റ്റക്കായി കിടക്കുന്ന സോൾസ് എനിക്ക് ഈശ്വര ഇവിടെ നിന്ന് കയറി പോകണം എന്നുള്ള ചിന്ത അവർക്കും ഉണ്ടാവണം. അല്ലാതെ ഈ നരകത്തിൽ കിടക്കണം എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഈ വളരെ മോശമായ സാഹചര്യത്തിൽ കിടക്കണം എന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പം അവർക്ക് ഒന്നുകിൽ താഴോട്ട് വരാം, അവരുടെ ആക്ഷൻസും ഇവിടെ ഭൂമിയിലുള്ള റിലേറ്റീവ്സ് ചെയ്യുന്ന കർമ്മങ്ങളും ഒക്കെ ബേസ് ചെയ്തിട്ട്. 5th, 6th, 7th ആണ് ഹയർ സ്റ്റേജ്. അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആണ് 7th ഒക്കെ. അപ്പോൾ എൻ്റെ ഫാദർ ഡിപ്പാർട്ടായ സമയത്ത് അദ്ദേഹം ഞാനത് പറയുന്നത് പപ്പയ്ക്ക് വിഷമില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി പറയാണ്. അപ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ വരുന്ന സമയത്ത് ഹി വാസ് ആൻ ആൽക്കഹോളിക്. അപ്പം അതിൻ്റെതായ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു പപ്പ ഫസ്റ്റ് കണക്ട് ചെയ്ത സമയത്ത് സോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഞാൻ പാരിഷിൻ്റെ കേസല്ല പറയുന്നത്, അല്ലെങ്കിൽ എന്നെ വിളിച്ച കേസല്ല ഞാൻ പറയുന്നത്, പാരിഷൻ അല്ല നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ടൈമിൽ കണക്ട് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് രാവിലെ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, കൊച്ചോള എന്നെ വിളിക്കുന്നത്, കൊച്ചോള വാ സംസാരിക്കാൻ. അപ്പം ഞാൻ വിഷ്ണു വിളിച്ചു, കൃഷ്ണ പപ്പ. അപ്പോൾ വിഷ്ണു എവിടെ? അദ്ദേഹത്തെ കാണാൻ പപ്പ എണീക്കുക. അപ്പോൾ വിഷ്ണുവിനും ചാടി എണീച്ചു, ഞാനും ചാടി എണീച്ചു. ഞാൻ പറഞ്ഞു പപ്പ ഓക്കെ. പെട്ടെന്ന് പോയി ബ്രഷ് ചെയ്തു, കാപ്പി ഉണ്ടാക്കി വന്ന് കൺസൾട്ടേഷൻ റൂമിൽ പ്രാർത്ഥിച്ച് മെഡിറ്റേഷൻ ചെയ്തിരുന്നു. അന്നേരം അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഞാൻ പപ്പയോട് ചോദിച്ചു, പപ്പ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഏത് തലത്തിലാണ്? അപ്പോൾ പുള്ളിയുടെ ഇവിടുത്തെ ഒരു എക്സിസ്റ്റിംഗ് ലൈഫിൻ്റെ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ 4th എന്ന് ഞാൻ ചിന്തിച്ചു. 4th അല്ല. അപ്പോൾ ടെൻഷനായി. ഈശ്വരൻ സ്റ്റക്കായി 3rd-ലാണോ? അല്ല. 2 അല്ല.
പിന്നെ പേടിയായി. ഫസ്റ്റ് റിലേറ്റീവിലെങ്ങാനും ആണോ? അല്ല. ഓക്കെ, സമാധാനം, ബുദ്ധിമുട്ടുകളില്ല. ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ 5 5th-ലാകാം. 5th അല്ല. 6th ആണോ? അല്ല. 7th ആണോ? അതെ. And I was really surprised and I started crying. കാര്യം എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ 7th സ്റ്റേജ് ആയിരിക്കാം നമ്മൾ സ്വർഗം എന്ന് വിളിക്കുന്നത്. അതെ. അപ്പോൾ ഹയസ്റ്റ് സ്റ്റേജില എങ്ങനെ എത്തി? ഹയസ്റ്റ് സ്റ്റേജിൽ ഇറ്റ് വാസ് അൺബിലീവബിൾ. അപ്പോൾ അദ്ദേഹം പറയണം, നീ ഇരുന്ന് ഈ കർമ്മമൊക്കെ ചെയ്യുന്നില്ലേ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിഷ്ണു പ്രാർത്ഥിക്കുന്നു, ഇതുകൂടാതെ എത്രയോ ആത്മാക്കൾക്ക് വേണ്ടി, എത്രയോ കുടുംബങ്ങൾക്ക് വേണ്ടി നീ പുണ്യപ്രവൃത്തി ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ അനുഭവയോഗ്യം എനിക്കുണ്ട്. ഓക്കെ. പുള്ളിക്ക് അങ്ങനെ ഒരു തലത്തിലെത്താൻ സാധിച്ചു. പ്യുവർ സോൾ. ഫിസിക്കലി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ആൽക്കഹോളിക് ആയിരുന്നു എങ്കിലും ഹി വാസ് എ പ്യുവർ സോൾ. ഓക്കെ, അതിന്റെ ഒരു റിസൾട്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ നമുക്കിപ്പോൾ ഹിന്ദു ആചാരങ്ങൾ പ്രകാരം നോക്കുകയാണെങ്കിൽ സ്വർഗവും നരകവും ഉണ്ട്, ക്രിസ്ത്യൻ ആചാരപ്രകാരവും സ്വർഗവും നരകവും ഉണ്ട്, ഇസ്ലാമിന്റെ ഇതിലും നമുക്ക് 2 സ്ഥലങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അവര്. അപ്പൊ നമ്മൾ ഈ മരണശേഷവും നമുക്ക് ജാതി മതവും ഉണ്ടാവും. നമ്മൾ ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ആത്മാക്കൾ ഹിന്ദു സ്വർഗത്തിലേക്കും ക്രിസ്ത്യൻസിന്റെ ആത്മാക്കൾ ക്രിസ്ത്യൻ സ്വർഗത്തിലേക്കും പോകും. അതുകൊണ്ടാണ് കുട്ടി ഞാൻ അതിലെ തലങ്ങളൊന്ന് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആളുകൾക്ക് നമുക്കിവിടെ ഒക്കെ ഓരോ കൺസെപ്റ്റ് ഉണ്ട് അല്ലേ? നിങ്ങൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന മീഡിയ എന്താണ്, ഫ്രെയിമിങ് എന്താണ്, പ്രൈമിങ് എന്താണ്, മീഡിയറ്റൈസ്ഡ് പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇതൊക്കെ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ട് വെച്ചിരിക്കുക. ആരോ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുക. സാറ് മീഡിയറ്റൈസ്ഡ് പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ആരോ ഡിഫൈൻ ചെയ്തതിനെ പിന്നീട് വരുന്ന ആളുകൾ റിസർച്ച് ചെയ്ത് ഒരു സിസ്റ്റത്തിലേക്ക് എത്തിച്ചു വെച്ചിരിക്കുക. അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ നിന്നും മാറി ചിന്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? സമയമെടുക്കും, പാടാണ്. ഞാനൊരു ഹിന്ദു ആണ് എന്ന് ഞാനിപ്പോ പറഞ്ഞാൽ കണ്ടിരിക്കുന്ന ആളുകൾ പറയൂ, ഇല്ല തെരേസ ക്രിസ്ത്യന എന്നേ പറയുള്ളൂ. കാരണം എന്താ? തെരേസ. എന്തുകൊണ്ട് തെരേസ ഒരു ഹിന്ദു നെയിമായി കൂടാ? അത് ഓൾറെഡി ജഡ്ജ് ചെയ്യപ്പെട്ടതാണ്. ഞാൻ എന്റെ പേര് സാവിത്രി എന്നോ സുഭദ്രയെന്നോ ഒക്കെ ഇട്ടാലോ ഹിന്ദുവായി. പെർഫെക്റ്റ്. അപ്പൊ ഈ ഒരു സിസ്റ്റം, അതിൽ നിന്നും ആ ഒരു ബോക്സിൽ നിന്നും മാറി ചിന്തിക്കുവാനായിട്ട് നമ്മുടെ സമൂഹവും തയ്യാറല്ല, വ്യക്തികളും തയ്യാറല്ല. കാരണം ഇതിനപ്പുറം മാറി ചിന്തിക്കുന്ന ആളുകൾ റോങ് എന്നുള്ള ഒരു സിസ്റ്റം വെച്ചേക്കുക. അതുകൊണ്ട് തന്നെയാണ് സ്വർഗം നരകം എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനും, തലങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ അതെന്താ തലങ്ങൾ എന്ന് ചിന്തിക്കുവാനും അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആകുവാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉള്ളത്. വളരെ സിമ്പിൾ ഭാഷയിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ അത് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് സംഭവം. ഞാൻ ചോദിക്കട്ടെ, ഈ തലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ദൈവങ്ങൾ ഉണ്ടാവുമോ? ദൈവം ഒന്നേ ഉള്ളൂ. യെസ്, അതാണ് അടുത്ത ചോദ്യം. എന്റെ ഫ്രണ്ട് പറഞ്ഞൊരു പോയിന്റ് ആണ്, നമ്മളിപ്പോ ഒരു അമ്മുമ്മ, ഒരു ഹിന്ദു അമ്മുമ്മയെന്ന് വിചാരിക്കേണ്ടത്, ദിവസം കൃഷ്ണനെ രാമനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അവസാനം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ യേശു ക്രിസ്തു ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവിടെ തളർന്നു പോവും ആ ഒരു പോയിന്റിൽ, ഇല്ലേ? ആ കൂട്ടുകാരിയോട് എന്റെ എല്ലാവിധ കൺഗ്രാചുലേഷനും പറയും. ആ കുട്ടി ചിന്തിച്ചു, മനസ്സിലായില്ല. വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണത്. മനസ്സിലാക്കൂ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഒരൊറ്റ ഒരു ദൈവമേ ഉള്ളൂ. അപ്പോ അഗെയിൻ വളരെ സിമ്പിൾ ടൈംസിൽ പറഞ്ഞു തരാം. ഒരു യൂണിവേഴ്സിറ്റിയുടെ റെക്ടറാണ് അല്ലെങ്കിൽ വൈസ് ചാൻസലർ ആണ് അതിന് സബ് വൈസ് ചാൻസലർ ഉണ്ട് അല്ലേ, പല ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഡീൻ ഉണ്ട്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ട്, ലെക്ചറേഴ്സ് ഉണ്ട്, പിന്നെ സ്റ്റുഡൻസ് ഉണ്ട്, കുറെ പേരുണ്ട് എന്ന് പറയുന്ന സിസ്റ്റമാണ് ഹൈറാർക്കി. അപ്പൊ ആ ഹൈറാർക്കിയിലാണ് നമ്മളൊക്കെ, ഐ മീൻ മനുഷ്യര്, ഒരു 7 തലങ്ങൾ. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അപ്പർ പൊസിഷനിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ടീംസ് ഉണ്ട്. അതിന് അപ്പർ പൊസിഷനിലാണ് മറ്റ് എൻറ്റിറ്റീസ് വരുന്നത്. ഇതൊക്കെ കടന്ന് അതാണ് ചെല്ലുമ്പോൾ ശിവനെ കാണാകും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനർത്ഥം ശിവനാണ് ദൈവം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പരമമായിട്ടുള്ള ഈശ്വരൻ ഒന്നേ ഉള്ളൂ. രാമൻ, ശിവൻ, ദേവതാ രൂപങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ പെർമിഷൻ ഇപ്പൊ ഇല്ലാത്തോണ്ടോ, വഴിയേ പറയാം. കാത്തിരിക്കാം. ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. കാര്യം ഇവരൊക്കെ പറഞ്ഞുള്ള അറിവുകളെ എനിക്കുള്ളൂ.
അപ്പൊ എന്റെ അറിവുകൾ എന്ന് പറയുന്നത് എന്നെ കൊച്ചിലെ തൊട്ട് പഠിപ്പിച്ച അല്ലെങ്കിൽ ഞാൻ പള്ളിയിലൊക്കെ കേട്ട അറിവുകളെ എനിക്കും ഉള്ളൂ. ഈ 2 അറിവുകളും അല്ല അറിവ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള അറിവ് എന്താണെന്നുള്ളൊരു ഒരു എന്താ പറയുക വളരെ മഹനീയമായ ഒരു മുഹൂർത്തം. അല്ല, ഒരു മതങ്ങളും പറയുന്ന തെറ്റല്ല. അവർ പറയുന്ന ഈശ്വര സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ദേവതാ രൂപങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. പരമമായിട്ടുള്ള ഈശ്വരനൊന്നേ ഉള്ളൂ. ഈശ്വരനൊന്ന്, അവരെല്ലാം ശരിയാണ്, എല്ലാം നല്ല ബാക്കിയൊക്കെ എന്താ പറയുക സഹായത്തിന് വേണ്ടി ഈശ്വരന്റെ കർമ്മം നിർവഹിക്കുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഈ മാലാകന്മാർ, വിശുദ്ധന്മാർ, മാലാഖമാര്, പ്രവാചകന്മാര്, ദേവതകള്, ഉപദേവതകള്, ഇതൊക്കെ ഈ സിസ്റ്റത്തിന്റെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രധാന ദേവത കാണും. അതെ, ഉപദേവതകൾ കാണും. വിഷ്ണു അല്ലെ ശിവൻ, അവിടെ ഉപദേവതാ രൂപങ്ങളില്ലേ, എന്തോ ഒരു കുഞ്ഞു ക്ഷേത്രങ്ങളില്ലേ, അത് തന്നെയാണ്. അത് മനസ്സിലാക്കിയാൽ തന്നെ ഇത്തരത്തിലെ വർണ്ണ വിവേചനങ്ങളൊന്നും എങ്ങും ഇല്ല കേട്ടോ. അവിടെ ചെല്ലുമ്പോഴേ പ്രശ്നമൊന്നും ഇല്ല. തന്നെ ഞാൻ ഓപ്പൺലി പറയാം, ഈ എന്താ പറയുക റോമൻ കാത്തലിക്, സിറിയൻ കാത്തലിക്, ലാറ്റിൻ കാത്തലിക്, നായർ, നമ്പൂതിരി, ബ്രാഹ്മണൻ, എന്താ പറയുക ലോവർ കാസ്റ്റ്, എന്താണ് ഇതൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാലൊന്നുമല്ല, ഇത് ഇപ്പോഴും ഇല്ല. ശരിയാണ്, ഒന്നുമില്ല. ഞാനും നീയും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ ബ്രഹ്മജ്ഞാനം. ആ ജ്ഞാനത്തിന്റെ പാതയിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയുള്ള പല ആളുകളും പല സമയത്തും കാലാകാലങ്ങളായി വിവിധ കാലഘട്ടത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടം കലിയുഗമാണ്. എനിക്ക് കലിയുഗത്തിനെ പറ്റി ഫർദർ എക്സ്പ്ലനേഷൻ പറയാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇത് കലിയുഗമാണ്. കലിയുഗത്തിലാണ് നമ്മളൊക്കെ കലിയുഗത്തിലാണ്. അതിനൊക്കെ ഒരു അവസാനം ഉണ്ട്. അതെ, സസ്പെൻസ് ആണ്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, കർമ്മങ്ങൾ ചെയ്യുക. നാമങ്ങൾ ജപിക്കുകയാണ് കലിയുഗത്തിൽ ചെയ്യേണ്ടതെന്ന് ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാമങ്ങൾ ജപിക്കാം, പ്രാർത്ഥനകൾ, ഒന്നും ചെയ്തില്ല, ഏത് മതത്തിന്റെ പ്രാർത്ഥനകളും ആകാം. ഒന്നും ചെയ്തില്ലെങ്കിലും ആരും ദ്രോഹിക്കാതെ ഇരിക്കുക, അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും. അല്ല, ഇന്നിപ്പോ എന്ത് ചെയ്താലും ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കും. നമ്മളൊക്കെ ഇത്രയും ഡീറ്റെയിൽസ് വിളിച്ചു പറയുമ്പോ ഇത് കേൾക്കുന്നവരും കേൾക്കാത്തവരും ദഹിക്കുന്നവരും ദഹിക്കാത്തവരും ഉണ്ട് എന്നുള്ളതാണ്. അറിയില്ലാന്ന് നടിക്കുന്നവരും ഈശ്വരനുണ്ട് എന്ന വ്യക്തമായ ധാരണ ഉണ്ടായിട്ടും ഈശ്വരൻ ഇല്ല. കാരണം എന്റെ രാഷ്ട്രീയം അതാണ്, എന്റെ പൊളിറ്റിക്സ് അതാണ്, എന്റെ ചട്ടക്കൂട് അതാണ്. ഞാൻ ഇതിനപ്പുറം ഭേദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരേണ്ട പല കാര്യങ്ങളും ഇല്ലാണ്ടാകും. ഒരു ഇമേജിന് പ്രശ്നം വരുന്നില്ലേ? അപ്പൊ ഈ ഇമേജസിനൊക്കെ പൊളിച്ചടക്കി സിസ്റ്റത്തിലേക്ക് വരാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. ഓക്കെ, കൊച്ചിലെ തൊട്ട് അങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം. പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഒരു കാര്യമല്ലല്ലോ. പെട്ടെന്ന് ആർക്ക് പറ്റും? ഇപ്പോഴാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും എനിക്ക് എന്റെ സറൗണ്ടിങ്സിനെ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഞാൻ എപ്പോഴും പറയണം, ഞാനിതാണ്, ഇങ്ങനെ നിങ്ങൾക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആയിക്കോളൂ, ഇല്ലേ പ്ലീസ്. നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മാറാൻ പോകുന്നില്ല, ഇതാണ് ഞാൻ. അപ്പൊ അത് ഫസ്റ്റ് എന്താ പറയുക ട്രയൽ ഓഫ് ഒരു റിമൂവൽ സ്റ്റേജ് എന്ന് പറയുന്നത് പോലും പലപ്പോഴും നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാര്യം അതിലൊരു പ്രത്യേകമായിട്ടുള്ള റിലീജിയസ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലൊന്നും അല്ല റിയാലിറ്റി നിൽക്കുന്നത്, അന്തസത്ത, ഈശ്വരൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു യഥാർത്ഥ എക്സിസ്റ്റൻസും എൻ്റെ കർമ്മ മേഖലയും വ്യത്യാസമാണ് എന്നുള്ള തിരിച്ചറിവ് ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഫാമിലിക്കായിരുന്നു. ആ സിസ്റ്റത്തിലേക്ക് വന്നവരും വരാത്തവരും ഇപ്പോഴും ഉണ്ട്. ആര് തന്നെ ആയാലും ഞാനാണ്. അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവരുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഇത്രയും വർഷങ്ങൾ കളഞ്ഞു എന്ന് പറയുന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരവും തെറ്റുമാണ്. അതിന് ഈശ്വരൻ കുറച്ചുകൂടെ സമയം തന്നിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റും ചെയ്യുന്നു. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. യെസ്, ഓൾ ദി ബെസ്റ്റ്. അതിന് താങ്ക് യു. നമ്മളെങ്ങനെയാണ് മാം എങ്ങനെയാണ് ആത്മാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹോജോ ബോർഡ് വെച്ച് ചെയ്യുന്നവരുണ്ട്. ഒരിക്കലും ചെയ്യരുത്. ഹോജോ ബോർഡിനെ പറ്റി വൺസ് അഗെയിൻ ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. എക്സ്പേർട്സ് അല്ലാത്ത, അതിനെപ്പറ്റി ധാരണയില്ലാത്ത, ഞാൻ ഹോജോ ബോർഡ് ഈ നിമിഷം വരെ എൻ്റെ ലൈഫിൽ നേരിട്ട് കണ്ടിട്ടില്ല, കാണാൻ താല്പര്യമില്ല. ഈ ഹോജോ ബോർഡ് മറ്റേ ഫിലിംസിൽ ഇങ്ങനെ കണ്ടിട്ടുള്ള അത് മതി, നേരിട്ട് കാണാൻ താല്പര്യമില്ല, ചെയ്യാൻ പാടില്ല. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ 1, 2, 3, 4 ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കേസാ ഓൾറെഡി ഞാൻ പറഞ്ഞു. അതെ. അപ്പൊ അതിനെ നമ്മൾ ഗ്രൗണ്ടഡ് സോൾസ് എന്ന് പറയും. അതായത് ഉന്നത സ്റ്റേജിലേക്ക് പോകാനും പറ്റുന്നില്ല, എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആരുമില്ല. അവരുടെ കർമ്മം വളരെ ദുഷ്കർമ്മമൊക്കെ ആയിട്ട് ഒന്നുകിൽ സൂയിസൈഡ് ആകാം,
കൊലപാതകമാകാം, അൺനാച്ചുറൽ ഡെത്ത്സ് ആകാം, ആക്സിഡൻസ് ആകാം, ഏർലി ഡെത്ത്സ് ആകാം. അതായത് നമ്മൾ പറയില്ലേ ദുരാത്മാക്കൾ എന്ന് പറയില്ലേ, ഈ ദുരാത്മാക്കൾ നല്ല ആത്മാക്കൾ എന്നുള്ള സ്കീമുണ്ടോ? യെസ്, അപ്പോ സ്റ്റക്കായിട്ട് കിടക്കുന്ന സോൾസിനെയാണ് നമ്മൾ ഗ്രൗണ്ടഡ് സോൾസ് എന്ന് പറയുന്നത്. ഈ ഗ്രൗണ്ടഡ് സോൾസ് ആണ് ഈ സിസ്റ്റത്തിലൊക്കെ കണക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഡിവൈൻ സ്പേസിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും തൃപ്തിയും സമാധാനവും ശാന്തതയൊക്കെ ഉണ്ട്, ഇല്ലേ? നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്നു, നല്ലൊരു കുടുംബത്തിൽ പോകുന്നു, അല്ലെ നല്ല ആളുകളുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നൊരു വൈബ്രേഷൻ ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. ഈ സന്തോഷം ഉള്ളത് എന്തുകൊണ്ടാണ്? അവരുടെ ഓറാസ് ഒക്കെ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടും ഡിവൈൻ ആയതുകൊണ്ടുമാണ്, ബ്ലസ്ഡ് ആയതുകൊണ്ടുമാണ്. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലെ എന്താ പറയുക മാനസിക പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ഡിപ്രഷൻസ്, അതിപ്പോൾ ഏത് തരത്തിലും ആകാം, പ്രണയ നൈരാശ്യമാകാം, ബ്രേക്കപ്പ് ആകാം, ഡിവോഴ്സ് ആകാം, നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടതിൻ്റെ ആകാം, ഫിനാൻഷ്യൽ ലോസ് ആകാം, ഒന്നുമില്ലേലും ഒന്നുമില്ലാത്ത ആ ഒരു സിറ്റുവേഷൻ ആകാം. അപ്പം ഇങ്ങനെ ഇമോഷണലി ഡ്രെയിൻഡ് ഔട്ടും മെന്റലി ഡ്രെയിൻഡ് ഔട്ടുമായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ചക്രാസ് വളരെ വളരെ വീക്കാണ്. അപ്പൊ ഈ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഗ്രൗണ്ടഡ് സോൾസിന് ഇത്തരത്തിലെ ആളുകളെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വളരെ എന്താ പറയുക പവർഫുൾ ആയിട്ട് പ്രാർത്ഥനയോടുകൂടി ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സ്പേസിൽ ഒരിക്കലും ഒരു ദുരാത്മാവിന് പ്രവേശിക്കാൻ സാധിക്കില്ല. അല്ലാത്ത സിറ്റുവേഷനിൽ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകൾ, ഈ നല്ല സ്പിരിച്വലി ഉള്ള ആളുകളൊന്നും ഈ ഓജോടൊന്നും യൂസ് ചെയ്ത് ആത്മാക്കളൊന്നും വിളിച്ചു വരത്തില്ല. അതിന്റെ ആവശ്യമില്ല. അവർക്ക് ഒന്നും ചെയ്യാതെ തന്നെ നാച്ചുറലി അവർക്ക് കാണാം. ഈ ഓട്ടോ റൈറ്റിംഗ് എങ്ങനെയാണ്? ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു സിസ്റ്റമാണ്. അത് ചെയ്യുന്ന ഇന്ത്യയിൽ എത്ര പേര് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ എനിക്കിപ്പോ ഇല്ല. പക്ഷെ കേട്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ആരും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്റർവ്യൂവിന് മുന്നേ വേണുചേട്ടൻ ഓട്ടോമാറ്റിക് റൈറ്റിംഗിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ല, അവര് ചെയ്തത് മക്കളുമായിട്ടാണ്. ഭവനാഗിരി മക്കളുടെ സോളുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ആണ്. അപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, വേണുചേട്ടനുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതൊരു എന്താ പറയുക പ്രോസസ്സാണ്. അതൊക്കെ ഡിവൈനായിട്ട് കണക്ട് ചെയ്യുന്ന. എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല. ഞാൻ പറഞ്ഞത് അതൊരു എന്താ പറയാ അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. മാം ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാറ്? അപ്പാരിഷൻസ് ആണല്ലോ, നാച്ചുറലി അവർ കണക്ട് ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് രാത്രിക്ക് ആയിരിക്കാം, രാവിലെ ആയിരിക്കും, ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്തായിരിക്കാം, അവര് ക്ലയന്റിന് കൺസൾട്ടേഷൻ കൊടുക്കുന്ന സമയത്തായിരിക്കാം, ഓട്ടോമാറ്റിക്കലി അവര് കണക്ട് ചെയ്യും. ആത്മാവിന് ശബ്ദമുണ്ട്. ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. പേടിയാണ് അത് പറയുമ്പോ തന്നെ. എന്തിനാ പേടി? ടെൻഷനുണ്ട് എനിക്ക്. പേടിക്കേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ബുക്ക് എന്നൊക്കെ പറയുന്ന ഒരു അവയർനെസ്സാ. മനസ്സിലാവുന്നുണ്ടോ? നമ്മള് കൊച്ചിലെ തൊട്ടേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആത്മാവ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർക്ക് മറ്റേ പല്ലുണ്ട്, നെഗറ്റീവായിട്ടുള്ള എൻറ്റിറ്റീസിന് യെസ് ഒബ്വിയസ്ലി. പക്ഷെ നിങ്ങളുടെ ഓറയൊക്കെ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് ഈശ്വര പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. നിങ്ങൾ എന്താ പറയാ സ്വസ്ഥമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ലാത്തൊരു വ്യക്തിയാണൊക്കെ ഒന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്നും അടുത്ത് ആർക്കും അങ്ങനെ നെഗറ്റീവായിട്ട് വരാനൊന്നും പറ്റില്ല. ഓജോബോർഡ് കോംപ്ലിക്കേറ്റഡ് ഫർദർ ഞാൻ പറയുന്നില്ല. ദയവ് ഇതാരും ചെയ്യരുത്. അൺലെസ് അതിന്റെ എക്സ്പെർട്സ് ചെയ്യാൻ പാടില്ല. ഈ ഓജോ ബോർഡിൽ നമ്മൾ ആത്മാക്കളെ വിളിച്ചു വരുത്താൻ നമുക്ക് എളുപ്പമാണെന്നും പക്ഷെ പിന്നീട് അവർ തിരിച്ചു പോവാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഗ്രൗണ്ടഡ് ആണല്ലോ ഓൾറെഡി. നിങ്ങളുടെ ഇത് വീക്ക് ആയിരിക്കാം. നിങ്ങൾക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് അറിയത്തില്ല. അതുകൂടാതെ ഇവർക്ക് നിങ്ങളെ വിട്ട് പോകാനും സാധ്യമല്ല. അവർക്കും അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. അത് അവർ നിങ്ങളെ വെച്ചിട്ട് പൂർത്തീകരിക്കാനായിട്ട് നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യും. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാം. അതാണ് ബാധ, ഉപദ്രവം. എന്താണ് ബാധ? അതാണ് എന്റെ അടുത്ത ചോദ്യമാണത്. എന്താണ് ബാധ? നമുക്ക് അനുയോജ്യമല്ലാത്ത എന്തോ ഒന്നിന്റെ ഇൻഫ്ലുവൻസ്, അതാണ് ബാധ. ഇതിനെ ഒഴിപ്പിച്ചു വിടണം. എന്തിനു ഒഴിപ്പിച്ചു വിടും? ആരൊഴിപ്പിച്ചു വിടും? മനസ്സിലായിലേക്ക് പോലെ പോകുന്ന ഉറപ്പുവല്ലോ ഉണ്ടോ? കുരിശ് കാണിച്ചാൽ പോകുന്ന ഉറപ്പുണ്ടോ? ഇല്ല. പഞ്ചരിച്ച വെള്ളം തെളിച്ചാൽ പോകുന്ന ഉറപ്പുണ്ടോ? ഇല്ല. ക്ഷേത്രത്തിൽ നിന്ന് ചരട് കിട്ടിയ പോകുന്ന ഉറപ്പുണ്ടോ? ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പവർ ഓഫ് ദ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ദാറ്റ്. ഓൾസോ ഏത് ടൈപ്പ് ഓഫ് ബാധയാണ് ഇത് എന്നുള്ളതിനെ പറ്റിയും അറിഞ്ഞിരിക്കണം. അല്ലാതെ എല്ലാം സെയിം കാറ്റഗറി അല്ല.
മനുഷ്യൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നില്ല, സിമ്പിൾ ടൈംസിൽ പറയാം. എല്ലാ മനുഷ്യന്റെ തന്നെ നെഗറ്റീവ്, ഐ മീൻ ദുർമരണം സംഭവിച്ച മനുഷ്യന്റെ സോളിന്റെ ബാധയാണ് എന്നോ നിങ്ങൾക്ക് ഒരിക്കലും 100% വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. ചിലതൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള റോങ് ഡൂയിങ് എൻറ്റിറ്റീസ് ആകാം നിങ്ങളെ ബാധിക്കുന്നത്. ബാധിക്കുന്നു, എന്താ ബാധിക്കുന്നത് അതാദ്യം ചെക്ക് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ഒരു പൊസസ്ഡ് ആയ ഒരാളെ തിരിച്ചറിയുന്നത്? സാധാരണഗതിയിലെ പൊസസ്ഡ് ആയിട്ടുള്ള ഒരാൾ ആബ്സെന്റ് മൈൻഡഡ് ആയിരിക്കും. ആബ്സെന്റ് മൈൻഡഡാ. നിങ്ങളൊന്ന് പറയുന്നു, അവരങ്ങോട്ട് നോക്കിയിരിക്കും, ഇങ്ങോട്ട് നോക്കിയിരിക്കും, നിങ്ങളെ നോക്കി ചിരിച്ചു കാണിക്കും, കളിയാക്കും, പുച്ഛിക്കും, ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും, ഭയങ്കര അഗ്രഷനായിരിക്കാം. അതർവൈസ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രേയേഴ്സും മെഡിറ്റേഷനും ഒക്കെ ഉള്ള ഒരാളുടെ അടുത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും ആ മുന്നിലിരിക്കുന്ന ആളെ ആക്രമിക്കാനുള്ളൊരു വാസന അവർക്ക് നാച്ചുറലി തോന്നും. മനസ്സിലായില്ലേ? പിന്നെ ഇവരുടെ സറൗണ്ടിങ്ങിൽ ഇരിക്കുന്നവർക്കൊക്കെ ഒരു ഹെഡേക്ക് ഫീൽ കാണും, ഒരു ഡ്രൗസിനെസ്. കാര്യം ഇവര് എനർജി വാമ്പേഴ്സാണ്. എനർജി ഇങ്ങനെ സക്ക് ചെയ്തെടുത്തോണ്ടിരിക്കും. നിങ്ങളുടെ എനർജി നിങ്ങൾ പോലും അതറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തേക്ക് കയറി വരുമ്പോ ഒരു ഡാർക്ക് ഫീലിംഗ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ റീസൺ അതാണ്. ഇങ്ങനെ പല ടോക്സ് ഉണ്ടല്ലോ, ഇതിലാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് ആക്ച്വലി ഈ റൂമിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹിപ്നോട്ടിസ്റ്റുകൾ ഇന്റർവ്യൂ എടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഈ റൂമിൽ ഒരാളെയും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ എത്രയോ പേര് വന്ന് നമുക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. കോണ്ടെക്സ്റ്റ് ആണ്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഹിപ്നോട്ടിസ്റ്റുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഓഫീസിൽ ഒരാൾക്കും ഹിപ്നോട്ടൈസ് ആയിട്ടില്ല. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ മുറിക്കാത്തത് പോസിബിൾ ആയിട്ടില്ല. കാരണം ഇതിൽ സംസാരിക്കുന്നത് പല കാര്യങ്ങളെ പറ്റിയാണ്, മനസ്സിലാവുന്നത്. അപ്പൊ നമ്മളുടെ ഈ ചുറ്റിനും എത്രയോ ആത്മാക്കൾ നിൽക്കുന്നുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. അതില് പോസിറ്റീവ് ആയിട്ടുള്ളവരും നെഗറ്റീവ് ആയിട്ടുള്ള. ഒബ്വിയസ്ലി ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് നെഗറ്റീവ് കോൺടെക്സ്റ്റിനൊന്നും അങ്ങനെ പ്രവേശനമൊന്നുമില്ല. അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാര്യം നമുക്ക് അതിൻ്റെതായ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ ബാധ എന്ന് പറയുന്നതിനൊക്കെ ഡീൽ ചെയ്യേണ്ട രീതിയിൽ കറക്റ്റായിട്ടത് ഡീൽ ചെയ്യണം എന്ന് കരുതി സ്കിസോഫ്രീനിയ ബാധയാണ്, അതല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂ ബാധയാണ് എന്നും വരുത്തി തീർക്കാനും ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. ഇതില് എന്തുണ്ട്? സൈക്കോളജിക്കലി ഉണ്ട്, സ്പിരിച്വലിയുമുള്ള അപ്രോച്ച് മസ്റ്റാണ്. അത് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ നിങ്ങൾ ദയവ് ചെയ്ത് കൺസൾട്ടേഷൻ എടുക്കുവാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുവാനോ പോകാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷമാണ് കോംപ്ലിക്കേഷൻസ് കൂടുന്നത്. മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്ത് എന്താ പറയുക, ഒബ്സഷൻ ഒന്ന് വേറെ, പൊസഷൻ ഒന്ന് വേറെ. ഇപ്പം നമ്മൾ ഈ പലപ്പോഴും പുറത്തു പോകുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും, നിങ്ങൾക്ക് ഈ എന്താ പറയാ നിങ്ങളുടേതായിട്ടുള്ള രീതികൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ, മന്ത്രവാദം കാര്യങ്ങൾ, അങ്ങനെയാണെങ്കിൽ എക്സോസിസം എന്താണ്? അവരും പൊസഷനെയല്ലേ, പൊസസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെയല്ലേ അവർ ക്ലെൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു മതത്തിന്റെ ചട്ടക്കൂടാന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ആത്മീയത എന്ന് പറയുന്നതും മതം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ആത്മീയത എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനും ഞാൻ ആരാണ്, എന്താണ്, എന്തിനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്, ഞാൻ ഇനി എന്ത് ചെയ്യണം, ആർക്ക് വേണ്ടി ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിനുള്ള മാർഗമാണ് ആത്മീയത. മതം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബോക്സാണ്. ആ ബോക്സിന്റെ അകത്തെ നടുക്ക് നിങ്ങൾ നിന്ന് നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അത് പ്രശ്നമാണ്, ഇത് പ്രശ്നമാണ്, ഇങ്ങോട്ടേക്ക് പോയാൽ പ്രശ്നമാണ്, നിങ്ങൾ അവരോട് സംസാരിക്കരുത്, നിങ്ങൾ ആ പള്ളിയിലേ പോകാവുള്ളൂ, നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലേ പോകാൻ പാടുള്ളൂ, നിങ്ങൾ അവിടെ ഇതാണ് മതം. രണ്ടും രണ്ടാണ്. എല്ലാത്തിനും തുല്യമായിട്ട് കാണാൻ പറ്റുന്നതാണ് ആത്മീയത. നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ഈ ലൈറ്റും ഈ ബൾബും ഒക്കെ എന്താണ്, ഒരു സെറ്റിംഗ്സ് ആണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്താ ഇവിടെ നടക്കുന്ന പ്രക്രിയ? നമ്മുടെ സംസാരം, നമ്മുടെ ആശയവിനിമയം, ഇതൊക്കെ അതിനുള്ള ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. എന്ന് പറയുന്നത് പോലെയാണ് മതം ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. അതിനെ ആ രീതിക്ക് കണ്ടാൽ മതി എന്നുള്ളതാണ്, അത്രേ കാണാൻ പാടുള്ളൂ. ഇതെല്ലാം ഒരു മോണോപോളി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് എപ്പോഴും വിഷയം. ഒന്നും ആരെയും മോണോപോളി അല്ല, അത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കൊണ്ടാണ്. കാരണം എന്നാൽ മാത്രമേ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ആവുള്ളൂ. ഇനിയിപ്പോ വോട്ട് ബാങ്കുകളാണ് ജാതി മതം ഒക്കെ, അതുകൊണ്ട് അല്ലെങ്കിൽ അത് കൊളാപ്സ് ആകും. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ബ്രേക്ക് ചെയ്യാൻ ആരെങ്കിലും സമ്മതിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിലാണ് നമുക്ക് ഈ പറയുന്ന മതവും കളറും അങ്ങനെ ഇങ്ങനെ ഒക്കെ. നിങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി യൂറോപ്പിൽ പോവാ, ശില്പയ്ക്ക് ഒരു സ്കിൻ കളർ, എനിക്കൊരു സ്കിൻ കളർ, വിഷ്ണു സാറിന് മറ്റൊരു സ്കിൻ കളർ, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള 3 പേർക്ക് 3 ഡിഫറെന്റ് സ്കിൻ കളറാണ്. പക്ഷേ
യൂറോപ്പിലേക്ക് വരുമ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളൊക്കെ ഇന്ത്യൻ. അവിടെ നിങ്ങൾ നായരാണോ, നമ്പൂതിരിയാണോ, ബ്രാഹ്മണനാണോ, റോമൻ കാത്തലിക് ആണോ, ലാറ്റിൻ കാത്തലിക് ആണോ, ഓർത്തഡോക്സ് ആണോ, യാക്കോബൈറ്റ് ആണോ, ഇതൊന്നും അവിടെ പ്രസക്തിയില്ല. യു ആർ ഇന്ത്യൻ. ഒരൊറ്റ ഐഡന്റിറ്റിയിലേക്ക് അത്രേ ഉള്ളൂ. ഈ ഐഡന്റിറ്റി, ഞാനും നിങ്ങളും ഒന്ന് എന്നുള്ള ഐഡന്റിറ്റിയിലേക്ക് ചിന്തിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന എല്ലാം തന്നെയും സിമ്പിൾ ഡെഫിനേഷൻ ആണ്.